മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 1. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിന്റെ പിതാവായിരുന്നു. ഇസ്ഹാക്ക് യാക്കോബിന്റെ പിതാവ്. യാക്കോബ് യഹൂദയുടെയും അവന്റെ സഹോദരന്മാരുടെയും പിതാവ്. യഹൂദ പാരസിന്റെയും സാരഹിന്റെയും പിതാവും താമാർ അവരുടെ മാതാവുമായിരുന്നു. പാരസ് ഹെസ്രോന്റെ പിതാവ്. ഹെസ്രോൻ ആരാമിന്റെ പിതാവ്. ആരാം അമീനാദാബിന്റെ പിതാവ്. അമീനാദാബ് നഹശോന്റെ പിതാവ്. നഹശോൻ ശൽമോന്റെ പിതാവ്. ശൽമോൻ ബോവസിന്റെ പിതാവും രാഹാബ് ബോവസിന്റെ മാതാവുമായിരുന്നു. ബോവസ് ഓബേദിന്റെ പിതാവും റൂത്ത് അയാളുടെ മാതാവുമായിരുന്നു. ഓബേദ് ഇശായിയുടെ പിതാവും ഇശായി ദാവീദ് രാജാവിന്റെ പിതാവുമായിരുന്നു. ദാവീദ് ശലോമോന്റെ പിതാവ്. ശലോമോന്റെ അമ്മ ആദ്യം ഊരിയാവിന്റെ ഭാര്യയായിരുന്നു. ശലോമോൻ രഹബയാമിന്റെ പിതാവ്. രഹബയാം അബിയാവിന്റെ പിതാവ്. അബിയാവ് ആസായുടെ പിതാവ്. ആസ യഹോഷാഫാത്തിന്റെ പിതാവ്. യഹോഷാഫാത്ത് യോരാമിന്റെ പിതാവ്. യോരാം ഉസിയാവിന്റെ പിതാവ്. ഉസിയാവ് യോധാമിന്റെ പിതാവ്. യോധാം ആഹാസിന്റെ പിതാവ്. ആഹാസ് ഹിസ്കിയാവിന്റെ പിതാവ്. ഹിസ്കിയാവ് മനശ്ശെയുടെ പിതാവ്. മനശ്ശെ ആമോന്റെ പിതാവ്. ആമോൻ യോഷിയാവിന്റെ പിതാവ്. യോഷിയാവ് യെഖൊന്യാവിന്റെയും അയാളുടെ സഹോദരന്മാരുടെയും പിതാവ്. ബാബേൽ പ്രവാസകാലത്തായിരുന്നു ഇവർ ജനിച്ചത്. ബാബേൽ പ്രവാസത്തിന് ശേഷം യെഖൊന്യാവ് ശെയൽത്തിയേലിന്റെ പിതാവ്. ശെയൽത്തിയേൽ സെരുബ്ബാബേലിന്റെ പിതാവ്. സെരുബ്ബാബേൽ അബീഹൂദിന്റെ പിതാവ്. അബീഹൂദ് എല്യാക്കീമിന്റെ പിതാവ്. എല്യാക്കീം ആസോരിന്റെ പിതാവ്. ആസോർ സാദോക്കിന്റെ പിതാവ്. സാദോക്ക് ആഖീമിന്റെ പിതാവ്. ആഖീം എലിഹൂദിന്റെ പിതാവ്. എലിഹൂദ് എലിയാസറിന്റെ പിതാവ്. എലിയാസർ മത്താന്റെ പിതാവ്. മത്താൻ യാക്കോബിന്റെ പിതാവ്. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിന്റെ പിതാവ്. മറിയയിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 ആകുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. തന്റെ മാതാവായ മറിയയും യോസേഫും തമ്മിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവർ കൂടിച്ചേരുന്നതിന് മുമ്പേ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി തീർന്നു എന്ന് കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായിരുന്നതുകൊണ്ടും അവൾ സമൂഹത്തിൽ അപമാനിതയാകരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ടും അവളെ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചു. എന്നാൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ദാവീദിന്റെ മകനായ യോസഫേ, മറിയയെ നിന്റെ ഭാര്യയായി ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനായതുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. കർത്താവ് പ്രവാചകനിലൂടെ അരുളി ചെയ്തത് നിറവേറുവാൻ ഇതെല്ലാം സംഭവിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആ പേരിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നത്രേ. യോസേഫ് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ തന്നോട് കൽപ്പിച്ചിരുന്നത് പോലെ പ്രവർത്തിക്കുകയും മറിയയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അവൾ മകനെ പ്രസവിക്കുന്നതുവരെ അദ്ദേഹം അവളുമായി ശാരീരിക ബന്ധം പുലർത്തിയില്ല. മകന് അദ്ദേഹം യേശു എന്ന് പേരിട്ടു.